ഗൾഫിൽ കേരള സിലബസിൽ പഠിക്കുന്ന 10ാം ക്ലാസ് പ്ലസ് 2 കുട്ടികളുടെ പരീക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാത്തതിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയാണ്. ഉന്നത പഠനത്തിനും എൻട്രൻസ് പരീക്ഷകൾക്കുമുള്ള അവസരം നഷ്ടപ്പെടുമോ എന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭയപ്പെടുന്നത്. ഈ പ്രശ്നത്തിൽ അടിയന്തര തീരുമാനം വേണമെന്നാവശ്യപ്പെട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. മലയാളികളടക്കം വിവിധ രാജ്യക്കാരായ 500-ലധികം വിദ്യാർത്ഥികളാണ് സർക്കാർ തീരുമാനം വൈകുന്നതിനാൽ ഗൾഫിൽ ആശങ്കയിൽ കഴിയുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷ നടത്താൻ കഴിയില്ലെന്ന് വ്യക്തമായതോടെ പരീക്ഷ ഉപേക്ഷിക്കാനും വിദ്യാർത്ഥികൾക്ക് പകരം മാർക്ക് നൽകാനും CBSE തീരുമാനിച്ചിരുന്നു. എന്നാൽ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പലതവണ പരീക്ഷകൾ മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. തീരുമാനം അനിശ്ചിതമായി വൈകുന്നത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കും. വിവിധ എൻട്രൻസ് പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള സമയവും നഷ്ടമാകും. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 12ാം ക്ലാസ് ഇപ്പോൾ ഇവിടെ കേരള സിലബസ് ഉണ്ടല്ലോ, 12ാം ക്ലാസ് അത് കേരള ഗവൺമെന്റ് ആണ് എടുക്കേണ്ടത്. അത് സംബന്ധമായ ഒരു മെമ്മോറണ്ടം മുഖ്യമന്ത്രിക്ക് ശ്രീ പിണറായി വിജയൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 12ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഭാവി എന്താണ്, അവരെന്താ ചെയ്യേണ്ടത്? കേരള ബോർഡാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി അപ്രോച്ച് അതിലുണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. UAEയിൽ ഈ മാസം 30 വരെ നടക്കേണ്ടിയിരുന്ന പരീക്ഷകളാണ് മാറ്റിവെച്ചത്. ഏപ്രിൽ 6-ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പുതിയ തീയതി നിശ്ചയിക്കും. സംഘർഷാവസ്ഥ തുടരുകയാണെങ്കിൽ മെയ്യിൽ പരീക്ഷയ്ക്കൊപ്പമാകും ഗൾഫിലെ ഫൈനൽ പരീക്ഷ നടത്തുക. എന്നാൽ ഉന്നത പഠനത്തിനായി നാട്ടിലേക്കോ വിദേശത്തേക്കോ പോകേണ്ടവർക്ക് പരീക്ഷ നീളുന്നത് തിരിച്ചടിയാകും. സാങ്കേതികതയുടെ നൂലാമാലകളിൽ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കരുത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.